നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ നിധിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം നിധി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സഹോദരന്മാർ തമ്മിലുള്ള ഈ തല്ലും വഴക്കുമൊക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമമായി. അതുമാത്രമല്ല, സുഭാഷിനെ സുധീഷ് തല്ലുന്നതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് നിധി പോയി സുഭാഷിനോട് സോറി പറയുന്നുണ്ട്. ഞാൻ കാരണമല്ല സുഭാഷേട്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, ഞാനാണ് പ്രശ്നക്കാരി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം. പക്ഷെ സുഭാഷ് പറഞ്ഞു അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഇതൊക്കെ സർവ്വസാധാരണമാണ്. ചേട്ടൻ അനുജന്മാർക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അനുജന്മാർ ചിലപ്പോൾ വഴക്കടിക്കും. അങ്ങനെ തല്ലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കോംപ്രമൈസ് ആകാൻ ഇടയ്ക്ക് കയറി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ തട്ടും മുട്ടും കിട്ടിയെന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ് നിധി. അതൊന്നും ഓർത്ത് നിധി വിഷമിക്കൊന്നും വേണ്ട. കുഞ്ഞുനാളില മുതലേ ഇവരുടെ വഴക്ക് ഞാൻ കണ്ടുവരുന്നതല്ലേ, അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല, അത്ര കാര്യമായിട്ട് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നിധിയെ ആശ്വസിപ്പിച്ചു. പക്ഷേ നിധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് നിധി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സുഭാഷേട്ട സത്യം പറയുമോ എന്ന് ചോദിച്ചു. എന്താ നിധി എന്ത് വെള്ളം ചോദിച്ചു? അതെ, സുഭാഷേൻ്റെ അച്ഛന് അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയതാണ് ഒരൊറ്റ ചോദ്യമായിരുന്നു. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ഞെട്ടിത്തടിച്ച് നിധിയെ നോക്കുക. പിന്നീട് ചോദിച്ചു, എന്താ നിധി നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞു, നികേഷായിരുന്നു ആ കാര്യം പറഞ്ഞത്, സത്യമാണോ എന്ന് എനിക്കറിയണം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ഇതിന് ഞാൻ എന്തും മറുപടി പറയാനാ? അച്ഛൻ ജയിലിൽ പോയി കിടന്നിട്ടുണ്ട്, അമ്മയെ കൊന്നെന്നും പറഞ്ഞണ്ട. പക്ഷെ അച്ഛനാണ് ചെയ്തതെന്ന് ഒരു ഉറപ്പുമില്ല. അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്നും അറിയത്തില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന്. ആൾക്കാരൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ അച്ഛൻ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുഭാഷ് അങ്ങോട്ടേക്ക് പോയി. നിധിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് നിധി ഇങ്ങനെ സിറ്റ് ഔട്ടിന് അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാസ്കരൻ ഒരു പാട്ടൊക്കെ പാടി അവിടെ നിന്ന് മദ്യപിക്കുന്നത് കണ്ടു. ഭാസ്കരനൊന്നും അറിയത്തില്ലാത്ത മട്ടിരുന്ന് പാട്ടൊക്കെ പാടുവാണ്. എപ്പോഴും ഭാസ്കരൻ്റെ മെയിൻ പറഞ്ഞ പാട്ടാണ്. വെറുതെ ഇരിക്കും പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പാട്ടൊക്കെ പാടി ഒരു കയ്യിൽ മദ്യം എടുത്ത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിധി അവിടെ ഇരിക്കുന്നതാണ്ടേ. ഭാസ്കരൻ ടച്ചിങ്സിന് വേണ്ടിയിട്ട് വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭാസ്കരൻ എന്ത് ചെയ്തു, ആ വട എടുത്തുകൊണ്ട് നിധിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞായിരുന്നു. ഇത് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് നിധി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മരുമോളാ, ഞാൻ അന്യനൊന്നും അല്ലല്ലോ, നിന്റെ അമ്മായിച്ചനല്ലേ, അപ്പം ഞാൻ തന്നിട്ടുണ്ട്, നീ കഴിക്കണം, ഇന്നാ കഴിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പക്ഷെ മേടിക്കാതിരുന്നിട്ടുണ്ട് എന്ത് വിചാരിക്കുന്നു കരുതി നിധി വാങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നിധി അത് പതുക്കെ തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു വട അതിനകത്തിരിക്കുന്നുണ്ട്. ഒരു പരിപ്പോടെയാണത്. നിധി അതിലേക്ക് നോക്കി. അപ്പോഴാണ് ആ പേപ്പർ ആ വട പൊതിഞ്ഞിരുന്ന പേപ്പർ ശ്രദ്ധിക്കുന്നത്. അത്തേല് ഒരു റൂം വാടകയ്ക്കെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഫോൺ നമ്പരും ഉണ്ട്. മുറി വാടകയ്ക്ക്, അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയാലോ, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടല്ലോ. നിധി പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. ഫോണെടുത്ത് അവരെ വിളിക്കുകയാണ്. നിധിക്ക് ചെറിയ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ തോന്നി. ഒരു മുറി കിട്ടിയാൽ മതി തനിക്ക് താമസിക്കാനായിട്ട്, നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ചിന്തയൊക്കെ നിധിയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നിധി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് തിണ്ണയിലേക്ക് വരുവാണ്. ആ സമയത്ത് ഭാസ്കരൻ അവിടെ ഇരുന്ന് കത്തിക്ക് മൂർച്ച കൂട്ടുന്ന കണ്ടേ. കത്തിയിരുന്ന് രാഗി മിനുക്കുന്ന കണ്ടപ്പോൾ നിധി ആകെപ്പാടെ ഞെട്ടിപ്പോയി. നിധിയുടെ മനസ്സിൽ നികേഷ് പറഞ്ഞ കാര്യങ്ങളാ. അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയത് അച്ഛനെന്ന്. ദൈവമേ, എന്തിനുള്ള പുറപ്പാടാന്നറിയത്തില്ല. ഭാസ്കരൻ പറഞ്ഞു, ഒരു വെട്ടിന് 2 പീസ് ആവണം, അങ്ങനെയാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അത് കത്തി മൂർച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, പണിയായോ എന്നൊരു ചിന്ത നിധിയുടെ മനസ്സിൽ. നിധി ആകെപ്പാടെ പേടിച്ചുപോയി. ഇനിയിപ്പോൾ എന്തിനുള്ള പുറപ്പാടാന്നറിയില്ലോ. നിധി പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്ക് സുഭാഷ് ചോദിച്ചു, എന്താ നിധി പേടിച്ചരണ്ട് പോലെ വരുന്നേ? ഒന്നുമില്ല സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി മുറിയിലേക്ക് പോയി കഥ അടച്ചു. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്നൊരു വിചാരത്തോട് കൂടിയിട്ട് സുഭാഷ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും ഭാസ്കരൻ അവിടെ കത്തിയൊക്കെ രാഗി മിനിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അച്ഛാ, നിധി എന്തിനാ ഇപ്പോൾ ഇവിടുന്ന് ടെൻഷൻ അടിച്ചു പോയത്? നിധിയോ? ഞാൻ നിധിയെ കണ്ടില്ലല്ലോ. അച്ഛൻ കണ്ടില്ലേ അവളും കൂടെ വരുന്നേ? ഞാൻ കണ്ടില്ല. എടാ, ഞാൻ ഈ കത്തി രാഗി മിനുക്കുമായിരുന്നു. എന്തിനാ അച്ഛാ ഇപ്പം കത്തി രാഗി മിനുക്കുന്നേ? എടാ, ഇത് കണ്ടോ ഈ കരിക്കൊന്ന് വെട്ടാനാ. അതെ, ഡോക്ടർ പറഞ്ഞ് TV-ക്കകത്ത് ഞാൻ കണ്ടായിരുന്നു, രാവിലെ വരെ കരിക്കും വെള്ളം കുടിക്കുന്ന നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കരിക്ക് വെട്ടാനായിട്ട് കത്തി രാഗി മിനുക്കുമായിരുന്നു. ഞാൻ അവളെ കണ്ടതേ ഇല്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതെങ്ങാനും കണ്ടിട്ട് നിധി പേടിച്ചു പോയതാണോ എന്നൊരു ചിന്ത സുഭാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
പിന്നീട് ഭാസ്കരൻ അന്ന് മൈൻഡ് ചെയ്തില്ല. ഭാസ്കരൻ തന്റെ ജോലി തുടർന്നു. അപ്പോൾ ഒരു കൊല കരിക്കൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, അത് വെട്ടി കുടിക്കാനായിട്ട്. അപ്പോൾ രാവിലെ കരിക്ക് വെട്ടി കുടിക്കാൻ തുടങ്ങുകൊണ്ട് ഭാസ്കരന്. അതേസമയം സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നിധി മുറിയിലേക്ക് പോയി നിധി റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുക. അപ്പം നിധിയുടെ കയ്യിൽ ആ പേപ്പർ കട്ടിങ്സ് ഉണ്ടായിരുന്നു, അതും പേഴ്സിനടുത്ത് എടുത്ത് വെച്ചു. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചോദിച്ചു, അല്ല നീ ഇതെവിടെ പോവാ? ക്ഷേത്രത്തിൽ വരെ പോകണം. അവിടെ നികേഷ് ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ചേച്ചി, എന്നാൽ ചേച്ചി കുറച്ച് സമയം മുമ്പ് പറയാൻ വരായിരുന്നോ? ഞാനും കൂടെ വരില്ലേ? ഒരു 10 മിനിറ്റ്, ഞാൻ കുളിച്ചൊരുങ്ങി ഇപ്പോൾ വരാം. വേണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ? ഞാനും കൂടെ വരാം, ചേച്ചി തനിച്ച് പോകണ്ട. അതൊന്നും സാരമില്ല, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അതെ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ സോറി കേട്ടോ, ഞങ്ങളോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ദേഷ്യമൊന്നുമില്ല സുഭാഷ് ചേട്ടാ, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതൊന്നും ഓർത്ത് നിധി ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി ആശ്വസിപ്പിക്കണം. നിധി പറഞ്ഞു, എനിക്ക് ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല സുഭാഷ് ചേട്ടാ, ശരി ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് പുറത്തൊന്നൊരു ഒച്ചപ്പാടും ബേളമൊക്കെ ആട്ടെ. സുഭാഷും നിധിയും നികേഷും ഒക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഭാസ്കറിൻ്റെ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട്. അടുത്ത വീട്ടിലുള്ള ഒരാളുമായിട്ടാണ്. സുഭാഷ് പെട്ടെന്ന് നിന്നിട്ടിച്ചു, എന്താ അതെന്നൊക്കെ ചോദിക്കണം. എടാ ഇവൻ നമ്മുടെ പറമ്പിലെ തേങ്ങ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഒന്നും അല്ലല്ലോ അത്, പിന്നെ ഞങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ കഴിയോടാ, ഇത് എൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. എടാ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടുന്ന് തേങ്ങ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയത്? പിന്നെ ഒരു തേങ്ങയല്ലേ, നിങ്ങളൊന്നും അല്ലോ, ഗംഗേണ്ണ അല്ലേ, കേസിൽ കിടക്കുന്ന സ്ഥലമല്ലേ ഇത്? എടാ കേസിൽ കിടക്കുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമോ അറിയാലോ, ഈ വീടും സ്ഥലമൊക്കെ എൻ്റെ സ്വന്തമാണ്. അവിടെ വന്ന് കിടന്ന് നീ തേങ്ങ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് തേങ്ങ പിടിച്ചു മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ നിനക്ക് ഞങ്ങളുടെ ഇവിടെ ഉള്ളപ്പോൾ ഇത്ര ധൈര്യമോ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, കാണിച്ചു തരാന്നൊക്കെ പറയണേ. എടാ എൻ്റെ പറമ്പിൽ വന്ന് തേങ്ങ എടുത്തോണ്ട് പോയിട്ട് എന്നെ കാണിച്ചു തരാന്നോ? മര്യാദയ്ക്ക് പൊക്കോ, അല്ല നിനക്കിട്ട് ഏറെ തരുമെന്ന് പറയണം. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അന്നൊന്ന് കാണിച്ചെന്ന് കാണട്ടെ എന്ന് പറയണം. ഭാസ്കരൻ തേങ്ങ വെച്ച് എറിയാൻ തുടങ്ങുവാണ്. അപ്പോൾ സുഭാഷ് കയറി പിടിച്ചു, വേണ്ട അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇങ്ങർക്ക് ഭ്രാന്ത, നിങ്ങളിവിടെ കിടന്ന് ഭ്രാന്ത് വിളിക്കൊണ്ടിരുന്നു, നിങ്ങളുടെ സ്ഥലവും വീടൊക്കെ പോവും, ഇത് നിങ്ങളുടെ ഒന്നും അല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പോഴേക്കും ഭാസ്കരന് ദേഷ്യം, മര്യാദയ്ക്ക് പോക്കോ, അല്ലെങ്കിൽ എൻ്റെ നീ മേടിച്ച് കിട്ടുമെന്നൊക്കെ പറയണം, നീ ഞാൻ കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. എന്ത് കാണിച്ചു തരുന്നോ? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, കാണിച്ചു തരാൻ എന്താന്ന് നിനക്ക് അറിയത്തില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുമ്പത്തിന് സുഭാഷ് കയറി പിടിച്ചു. ആ സമയം ഭാസ്കരൻ പറഞ്ഞു, വിടടാ എന്നെ അങ്ങോട്ടേക്ക് വിട്, അവൻ നിന്നെ ശരിയാക്കിയിട്ടുള്ളെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടോണ്ട് നികേഷു എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നിധിക്ക് ഭയങ്കര ടെൻഷനായി. നിധിക്ക് ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. അതുപോലെ തന്നെയാണ് നികേഷിനും. പിന്നീട് നികേഷിനോട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരടാന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് സുഭാഷ് അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ നികേഷ് പറഞ്ഞു, എൻ്റെ സുഭാഷ് ചേട്ടാ, ഇന്നലെ കള്ളത്തരം പറഞ്ഞ് നിധി ചേച്ചിയുടെ മനസ്സിൽ ആകെപ്പാടെ വിഷമമായിരുന്നു സുധീഷേട്ട കള്ളത്തരം കേട്ട്. ഇന്നാണ്ടേ അച്ഛൻ്റെ പ്രകടനം കൂടെ, അച്ഛൻ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചത്, അതൊക്കെ കണ്ടിട്ട് ആകെപ്പാടെ കിളി പാറിയ അവസ്ഥയിലാണ് നിധി ചേച്ചി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതെങ്ങനെയാവുമെന്ന് പോലും അറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ചേച്ചി ഇവിടെ നിന്നെന്ന് തന്നെ പറയാം. ആ ചേച്ചിക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ ഓരോ ദിവസം ഈ വീട്ടിൽ ഓരോ കാര്യങ്ങളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സമാധാനം എന്ന് പറയുന്ന ഒന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഭാഷിനോടും ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതേസമയം നിധി എന്ത് ചെയ്തു, റൂം വാടകയ്ക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിടത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഓണർ ഇറങ്ങി വന്നു. ആരെന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നിധി കാര്യം പറഞ്ഞു, റൂം വാടകയ്ക്ക് കൊടുക്കാണ്ടെന്ന്. ഓ അതല്ലേ, അല്ല എന്ത് ചെയ്യുവാന്ന് ചോദിച്ചു. അപ്പം നിധി പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലിയുണ്ടോ? അല്ല ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അധികം വൈകാതെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെ. പിന്നീട് നോക്കിയിട്ട് ചോദിച്ചു, അല്ല എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. പെട്ടെന്ന് സുധീഷിൻ്റെ വീടിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയിട്ട് നിധി പറഞ്ഞു, തക്കലയിലാന്ന് പറയാം. ഓ അവിടെയാണല്ലേ, അല്ല ഇവിടെ എവിടെയാ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാന്ന് പറയണ, കൃത്യസ്ഥലവും വീടൊന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ തനിക്ക് ചിലപ്പോൾ ഇവിടെയും കൂടെ കിട്ടത്തില്ല എന്നൊരു ചിന്ത നിധിയുടെ മനസ്സിലുണ്ട്. ഒടുവിൽ അയാൾ വെച്ചു, കല്യാണം കഴിഞ്ഞാണോ? കഴുത്തെ താലി കിടക്കുന്നുണ്ടു. നിധിക്ക് ഭയങ്കര ടെൻഷൻ. നിധി പറഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ അപ്പം ഭർത്താവ് ഒത്താണ് താമസിക്കാൻ വരുന്നത്. ഭർത്താവ് പുറത്താ ഇവിടെ ഇല്ലയെന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, എന്നാൽ ശരി ബാ മുറി കാണിച്ചു തരാം എന്നൊക്കെ പറയണം. അങ്ങനെ നിധി അങ്ങോട്ട് പോയി മുറി കാണിച്ചു കൊടുത്തു. മുറിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടെ വേണമെങ്കിൽ ഒരു സൈഡിൽ ആഹാരമൊക്കെ പാചകം ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. മുറിക്കകത്ത് തന്നെ സ്റ്റവ് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം. വാടക ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വാടക 5000 രൂപയാണ് ഒരു മാസം. പിന്നെ അത് മാത്രമല്ല സെക്യൂരിറ്റി 10-30,000 രൂപ സെക്യൂരിറ്റിയും കൊടുക്കണം. നിധിക്ക് ഭയങ്കര ടെൻഷൻ. ഇത്രയും പൈസ സെക്യൂരിറ്റിയോ? അതെ അത്രയും പൈസ സെക്യൂരിറ്റിയും വേണം. ഇപ്പം തന്നെ 3-4 പേര് റൂം ചോദിച്ചിട്ടിരിക്കുക.
നിനക്ക് ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, വേണ്ട വേണ്ട, ഞാനിപ്പോൾ ടോക്കൺ അഡ്വാൻസ് തരാം, അതിന് ശേഷം മതി, ഇപ്പം ആർക്കും കൊടുക്കണ്ട, എനിക്ക് ഈ മുറി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി അത് ആ ഒരു മുറി ഉറപ്പിക്കുവാണ്. ഇതേ സമയം സുധീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് വന്നു. സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ സുഭാഷ് ചേട്ടാ, എനിക്ക് ഇത്തിരി സംസാരിക്കാണെന്ന് പറയാം. എന്ത്, നിനക്ക് എന്താടാ പറയാനുള്ളത്? അല്ല അത് പിന്നെ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, സോറി ഇട്ടോ സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. നീ എന്തിനാടാ സോറി പറയണേ? അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെ ആശ്വസിപ്പിക്കുക. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അറിയാതെ ഞാൻ ഹരീഷിനെ അടിച്ച, പക്ഷെ സുഭാഷിൻ്റെ കർണത്ത് കൊള്ളൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, എടാ ഇത് ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് കയറും, അപ്പോൾ എൻ്റെ ദേഹത്ത് നിങ്ങളുടെ കൈ കൊള്ളാറുണ്ട്, അതിനിത്ര സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അത് ശരിയല്ലോ സുഭാഷ് ചേട്ടാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇനിയെങ്കിലും നീ ആൾക്കാരുടെ കള്ളത്തരം പറയുന്നൊക്കെ ഒന്ന് നിർത്തണം, അറിയാലോ, പ്രത്യേകിച്ച് നിധിയോട്. എടാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നീ എന്താ ജീവിതത്തിൽ നേടുന്നത്? ഒന്നും നേടാനായിട്ടൊന്നും പോകുന്നില്ല, സത്യസന്ധമായിട്ട് പെരുമാറാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ സുഭാഷ് ചേട്ടാ? എൻ്റെ ജോലി എന്താണെന്നൊക്കെ അറിയാമല്ലോ സുഭാഷ് ചേട്ടന്. കുഞ്ഞുനാളിലെ മുതൽ എൻ്റെ കാര്യമൊന്ന് ഓർത്ത് വയ്ക്കേ, എല്ലായിടം കാര്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കുടുംബത്തിലുള്ള. പഠിക്കാൻ പോയ സമയത്തൊക്കെ ആണെങ്കിലും കുട്ടികളൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും, കൊലപാതകയുടെ നിൻ്റെ അച്ഛൻ കൊലപാതകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരും എന്നോട് സംസാരിക്കാൻ പോലും വരാറില്ലായിരുന്നു. പിന്നെ അവരുടെ അച്ഛനമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നോട് സംസാരിക്കില്ലെന്ന്. അതുകൊണ്ട് കുട്ടികളൊക്കെ എന്നെ അകറ്റി നിർത്തി, ഒരു കളിക്കൊന്നും കൂട്ടത്ത് പോലും ഇല്ലായിരുന്നു. സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് പോലും എന്നോട് ആ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നെ ടീച്ചേഴ്സിന് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ പഠിച്ച് ഇവിടം വരെ എത്തി. പക്ഷേ എൻ്റെ പ്രൊഫഷൻ അറിയാമല്ലോ, ഡ്രൈവറാണ്. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എവിടെയെങ്കിലും കയറാം, ജോലിക്ക് കയറാമെന്ന് വെച്ചാൽ അവർ ഡ്രൈവിംഗ് ജോലി തരുമോ? ഡ്രൈവർ ജോലിയൊന്നും തരത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് കള്ളത്തരങ്ങളൊക്കെ പറയേണ്ടി വരും. കുടുംബത്തെക്കുറിച്ച് ചോദിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി പുകഴ്ത്തിയൊക്കെ പറയും, എൻ്റെ അച്ഛൻ കൊലപാതകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ എനിക്ക് ഒരിടത്തൊരു ജോലിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് കൊണ്ടാണ് സുഭാഷ് ചേട്ടാ ഞാൻ ഇങ്ങനെയായിപ്പോയത്. എൻ്റെ കുഞ്ഞുനാളിലെ മുതലുള്ള അനുഭവം കൊണ്ടാണ് എല്ലാത്തിടത്തും അകറ്റി നിർത്തിയിട്ടുള്ളൂ. ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് സുധീഷ് കരയുവാണ്. സുഭാഷിന് ഭയങ്കര വിഷമം വന്നു. സുഭാഷ് പറഞ്ഞു, പോട്ടടാ, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് സുഭാഷ് ചേട്ടനോട്. എന്താ നിധി? നിധി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അത് പിന്നെ സുഭാഷ് ചേട്ടാ ഒരു പ്രശ്നമുണ്ട്. എന്താ? അല്ല പ്രശ്നം എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് വീട് മാറുവാന്ന് പറയണം. വീട് മാറും? എങ്ങോട്ട്? ഒരു വാടകയ്ക്കൊരു വീടെടുക്കാൻ തീരുമാനിച്ചു, പോയി കണ്ടു, എല്ലാം ഓക്കെ ആയി, നാളെ മാറാൻ തീരുമാനിച്ചിരിക്കുമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴും ഞെട്ടലോട് കൂടിയിട്ട് സുധീഷ് നിധിയെ നോക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. ദൈവമേ, പെട്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൾ ഒരു വിധത്തിൽ ഇവിടം വരെ കൊണ്ടുവന്നേ, അവളുടെ കയ്യിൽ താലി കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയായി തീരുമെന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.